ലഹരി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ മാനേജരെന്ന് അവകാശപ്പെടുന്ന മുഹമ്മദ് ഹുസൈൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ലഹരി ഇടപാടിൽ പ്രതികൾക്ക് വിവിധ ജില്ലകളിൽ കൂട്ടാളികൾ ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ 4 പ്രതികളാണ് അറസ്റ്റിലായത്. അരുൺ പൂപ്രമ്പ ഉണ്ട് നമുക്കൊപ്പം. അരുൺ പൂപ്രമ്പ, വെരി ഗുഡ് മോർണിംഗ് അരുൺ പൂപ്രമ്പ. അരുൺ, ഈ മുഹമ്മദ് ഹുസൈൻ തന്റെ രാഷ്ട്രീയ ബന്ധവും VD സതീശനുമായിട്ടുള്ള ബന്ധവും ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി എന്നുള്ള നിലയും ഒക്കെ ഉപയോഗിച്ച് ഈ ലഹരി കച്ചവടം പൊടിമുടിക്കുകയായിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ടോ? അരുൺകുമാർ, തീർച്ചയായും ഇവരുടെ രാഷ്ട്രീയ ബന്ധത്തിൽ മാത്രമല്ല ലഹരി ഇടപാടിലും ഇവർ ചെറിയ കക്ഷികളല്ല എന്നതാണ് പോലീസ് നൽകുന്ന വിവരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ ജില്ലകളിൽ ഈ പ്രതികൾക്ക് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കണ്ണികളും കൂട്ടാളികളും ഉണ്ട് എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ബോധ്യമായിട്ടുള്ളത്. ഞായറാഴ്ച 9-ാം തീയതിയാണ് ഇവരെ കാസർഗോഡ് ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ വെച്ച് പിടികൂടുന്നത്. ആ സമയത്ത് ഇവരുടെ കാറിൽ ഒളിപ്പിച്ച നിലയിൽ ഉണ്ടായിരുന്നത് 139 ഗ്രാം MDMA ആണ്. പക്ഷേ ഇവർ എറണാകുളത്ത് വരുമ്പോൾ അതിൽ കൂടുതൽ MDMA ഇവർ കരുതിയിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അത് മറ്റ് ജില്ലകളിൽ ഉൾപ്പെടെ വിതരണം ചെയ്ത് കാസർഗോഡ് ജില്ലയിലെ 2 ഇടങ്ങളിലായി ഇത് കൈമാറുന്നതിന് വേണ്ടിയാണ് ഒടുവിൽ ഈ ലഹരി മരുന്നുമായി ഇവർ എത്തിയത്. അതിനിടെയാണ് ജില്ലാ ഡാൻസ് ഓഫ് സംഘത്തിന് നേരത്തെ തന്നെ രഹസ്യ വിവരം ലഭിക്കുകയും ജില്ലാ അതിർത്തിയിൽ വെച്ച് തന്നെ ഇവരെ പിടികൂടുകയും ചെയ്തത്. കാസർഗോഡ് 2 ഇടങ്ങളിലെ ലൊക്കേഷൻ ഉൾപ്പെടെ ഇവർക്ക് ലഭിച്ച് അങ്ങനെ വിതരണം ചെയ്യുക. അതായത് ഇത് കൃത്യമായി തന്നെ ഒരു ലഹരിക്കടത്ത് സംഘത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രൊഫഷണൽ രീതിയാണ് ഇവർ കൈക്കൊണ്ടതെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നാണ് വലിയ രീതിയിൽ ഇവർ ലഹരി മരുന്ന് MDMA ഉൾപ്പെടെയുള്ള രാസലഹരി മരുന്നുകൾ ഇവർ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അത് കാസർഗോഡ് മാത്രമല്ല, എറണാകുളം മാത്രമല്ല, വിവിധ ജില്ലകളിൽ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂട്ടാളികളും ലഹരി ഇടപാടുമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിനായാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താൽ ഇവരുടെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ, ഇവരെ ആരൊക്കെയാണ് സഹായിച്ചിട്ടുള്ളത്, ഇതിലേക്ക് അന്വേഷണം എത്തും എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ വളരെ രഹസ്യാത്മകമായിട്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. യാതൊരു തരത്തിലുള്ള കൂടുതൽ വിവരങ്ങളും പോലീസ് ഇതിൽ നിന്ന് കൈമാറുന്നില്ല. ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളും അത്തരം വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ഇതിൽ ഈ അന്വേഷണത്തിൽ ഒരു രഹസ്യാത്മക പോലീസ് കാത്തുസൂക്ഷിക്കുന്നതെന്നും എന്നുകൂടി പറയേണ്ടത്. എന്തായാലും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. വിശദമായി ഈ പ്രതികളെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പ്രേക്ഷകർ പറയുന്നു, മോഹൻദാസ് നിസ്സാരമായി ഇറങ്ങിയതുപോലെ MDMA കോൺഗ്രസുകാരും നിസ്സാരമായി ഇറങ്ങിപ്പോരും, കൂക്കിയാണ് നായകൻ എന്ന് സർജൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു. അങ്ങനെയൊക്കെ ഇറങ്ങിപ്പോരുമോ? നമ്മളൊക്കെ ഇവിടെ ചുറ്റുപാടും കിടക്കുന്നില്ലേ? അങ്ങനെ ഇറങ്ങിപ്പോരാൻ പറ്റില്ലല്ലോ. എത്രയൊക്കെ വാർത്ത മുക്കിയാലും, എത്രയൊക്കെ ഈ വാർത്ത മറ്റ് ചാനലുകളിൽ വരാതിരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചാലും, മുഖ്യമന്ത്രി VD സതീശനുമായി ഇയാൾക്കുള്ള ബന്ധം എന്താണ് എന്ന് പുറം ലോകത്തിന് അറിയണം, കേരളത്തിന് അറിയാനത് താല്പര്യമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകൻ ചോദിച്ചതുപോലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വെച്ച കരാറിൻ്റെ പകർപ്പിന് റിപ്പോർട്ടർ പുറത്തുവിടും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുഖ്യമന്ത്രി കണ്ട ഇൻവെസ്റ്ററുടെ പേര് മുഖ്യമന്ത്രി പുറത്തുവിടുമോ? MDMA ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് ഹുസൈനുമായിട്ടുള്ള അങ്ങയുടെ ബന്ധം പുറത്തുവരുമോ? അത് കൃത്യമായി വിവരിക്കും. ഈ 2 ചോദ്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്. ഇപ്പോൾ കമൻറ്റ് ബോക്സിലുള്ള VD സതീശനെ പിന്തുണച്ചുകൊണ്ട്, MDMA കേസിലെ പ്രതിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി കമൻറ്റുകൾ വരുന്നു. ആ കമൻറ്റുകൾ എഴുതുന്നവരോടുമുള്ള നമ്മുടെ ചോദ്യം ഇതാണ്. റിപ്പോർട്ടർ ആ രേഖ പുറത്തുവിടാൻ തയ്യാറാണ്. ഇന്ന് ആ രേഖ പുറത്തുവിടാം. പക്ഷേ ഇന്നലെ തന്നെ നമ്മളത് കാണിച്ചു. പക്ഷേ ആ ഇൻവെസ്റ്റർ ആരാണ് എന്നുള്ളതും, ലഹരി കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മുഹമ്മദ് ഹുസൈനുമായി മുഖ്യമന്ത്രി VD സതീശനുള്ള ബന്ധവും എന്താണ് എന്ന് വ്യക്തമാക്കാമോ? 2, എന്താണ് ഇയാൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയിൽ അംഗമാണ് എന്നിരിക്കെ ഇയാൾക്ക് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വമില്ല എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനും OJ ജിനീഷ് എന്ന കായിക വകുപ്പ് മന്ത്രിയും കേരളത്തോട് കള്ളം പറഞ്ഞത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നു.